ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഒരു പൈൽ റീഡിംഗ് ആണ്. 2 പൈലുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു റോസ് കളറിലുള്ള ഒരു ഫ്ലവറും ഒരു റെഡ് കളറിലുള്ള ഫ്ലവറുമാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അട്രാക്റ്റീവ് തോന്നുന്ന ഏത് കളറാണെന്ന് വെച്ചാൽ ആ ഒരു കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് തുടർന്ന് റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയെ മനസ്സിൽ ഓർക്കുകയും ഇഷ്ടപ്പെട്ട ഒരു കളറ് സെലക്ട് ചെയ്യുകയും ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് പാലായ റോസ് കളർ ഫ്ലവർ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് പാൽ തിരഞ്ഞെടുത്ത വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണ്, നിങ്ങളെ ഏത് രീതിയിലാണ് അവർ കാണുന്നത് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് ഇത് ഹെർമിറ്റ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത റോസ് കളർ സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ഈ വ്യക്തി നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ഒരു സ്നേഹത്തിൻ്റെയും അതുപോലെ ഒരു വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു പോസിറ്റീവ് എനർജി ആണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനായിട്ട് പറ്റുന്ന ഒരു സുരക്ഷിതമായ ഒരു ഇടമായിട്ട് നിങ്ങളെ അവർ കാണുന്നു. എന്ത് കാര്യങ്ങളാണെങ്കിലും തുറന്ന് സംസാരിക്കാനും എന്ത് കാര്യങ്ങളാണെങ്കിലും തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും രഹസ്യങ്ങൾ പറയാനും അങ്ങനെ അവരുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്ന നിലയിൽ നിങ്ങളുടെ അടുത്ത് ഒരു സുരക്ഷിതമായ ഒരിടം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അതിനൊരു സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. ആ ഒരു രീതിയിൽ ഒരു സുരക്ഷിതമായ ഇടമായിട്ട് നിങ്ങളെ അവർ കാണുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്കിവിടെ കിട്ടുന്ന എനർജി. ഓക്കെ, ഇനി കുറച്ച് കൂടെ നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ നോട്ടത്തിൽ നിങ്ങൾ ശരിക്കും ഒരു വാക്കും പ്രവർത്തിക്കും, നിങ്ങളുടെ ഒരു വാക്കുകളും പ്രവൃത്തികളും എല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വളരെ ഒരു പ്രീഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. അപ്പം ഇനി അവരുടെ ഫീലിങ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ അവരുടെ ഫീലിങ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അവർ പറയാതെ തന്നെ അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. അതുപോലെ ജെന്യുവനായിട്ട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു വിശ്വാസം. ജെന്യുവനായിട്ട് നല്ല കെയർ, നല്ല കരുതൽ, നല്ല കെയറിങ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ആ വ്യക്തി വിചാരിക്കുന്നു. ചിലപ്പോൾ ഒരു ഫാമിലിയെ പോലെ നിങ്ങളെ ഒരു ഫാമിലിയിലുള്ള ഒരു മെമ്പറായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്ന സമയങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ഒരു സോൾമേറ്റ് എനർജി ആണോ എന്ന് വരെ അവർ ചിന്തിച്ചു പോകുന്നുണ്ട്. സോൾമേറ്റ് എനർജി ആണ് എന്ന് അവർ ഉറപ്പിക്കുന്ന ചില സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു അട്രാക്ഷൻ നിങ്ങളോടുണ്ട് അവർക്ക് എന്നാണ് കാണുന്നത്. പക്ഷെ ഒരു ഫിസിക്കൽ അട്രാക്ഷനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഒരു ഡീപ്പ് ഇമോഷണൽ ബോണ്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഒരു സ്ട്രോങ്ങർ ബോണ്ടിങ്, ഭയങ്കര ആഴത്തിലുള്ള ഒരു ഇമോഷണൽ പരമായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവരുടെ ഒരു ഹിഡൻ തോട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള മറച്ചു പിടിച്ചിരിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ ഈ വ്യക്തി എൻ്റെ മനസ്സ് വായിക്കുമെന്നാണ് അവർക്ക് തോന്നുന്നത്. ആ ഒരു വിശ്വാസം അവർക്കുണ്ട്. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല നിങ്ങളുടെ അടുത്ത് ഒരു രീതിയിലുള്ള ഫീലിങ്സുകളും, പക്ഷെ
നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം ഒരുപാട് നിങ്ങളോട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പൊ ഇത് സ്ലോവ്ലി അത് മാറി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള തോട്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാവിയിൽ നിങ്ങളോടൊപ്പം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ് ബിൽഡ് ചെയ്തെടുക്കണം എന്ന് വളരെയധികം ആഗ്രഹം മനസ്സിലുള്ളതായിട്ട് കാണുന്നു. പക്ഷെ അവരത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവർക്ക് വളരെയധികം സ്ലോ ആണ് ഇവരെല്ലാ കാര്യത്തിലും. നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യത്തിലും വളരെയധികം സ്ലോ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഒരു തീരുമാനം എടുത്താൽ അതിൽ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഒരു സ്റ്റഡി ഫീലിങ്സ് ആണ് ഇവർക്കുള്ളത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് സ്പേസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കുറച്ച് ഇവർക്ക് ആവശ്യത്തിനുള്ള സ്പേസ് കൊടുക്കണം. ഇവരെങ്ങനെ ഞെക്കി വെച്ച് വളരെ പൊസസീവായ രീതിയിൽ നിർത്തി സ്നേഹിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. കുറച്ച് സ്പേസ് കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. പിന്നെ കുറച്ച് റെസ്പെക്ട് അവർ തരുന്ന രീതിയിൽ തന്നെ തിരിച്ചും ഒരു റെസ്പെക്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവർ. അതുകൊണ്ട് ഒരു കുറച്ച് സ്പേസ് കൊടുക്കുക, അതുപോലെ അവർക്ക് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിന് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റിലേഷൻഷിപ്പ് അങ്ങനെ ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയി തീരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലൂസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ മെയ് മന്ത് ആണ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് ക്ലൂ സെൻസിറ്റീവ്. 639 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടുന്നത്. നമ്പർ 48 എക്സ്പെക്ട് മിറാക്കിൾസ്, ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടെ കിട്ടുന്നത്. നമ്പർ 25 കിട്ടുന്നുണ്ട്. ലെറ്റർ R നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ബേക്കർ, ഒരു ബേക്കർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ബേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. ഫിസിക്കൽ ഫിറ്റ്നസിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. അതുപോലെ ലെറ്റർ O നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1979, 49, 34, 33, 1988. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിട്ടുള്ള റീഡിങ്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. സെക്കൻഡ് പൈൽ എന്ന് പറഞ്ഞാൽ റോസ് അല്ല, റെഡ് ഫ്ലവർ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നല്ലൊരു റീഡിംഗ് കിട്ടാൻ പ്രാർത്ഥിക്കുക. ഓക്കെ, സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ മനസ്സിൽ ഓർക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്, നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, അവരുടെ ഹിഡൻ തോട്ട്സ് എന്തൊക്കെയാണ്, അവർ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു ഹിഡൻ തോട്ട്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഗൈഡൻസുകൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഒരു ഫീലിങ്സുകൾ, നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ്, നിങ്ങളിൽ നിന്ന് അവർ മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് തരുന്ന ആ ഗൈഡൻസുകൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കുന്നത്. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. 3 of Wands ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ആരാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് അട്രാക്ഷൻ പ്ലസ് ഇൻസ്പിറേഷൻ എന്നുള്ളതാണ്. അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വളരെയധികം അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നു, വളരെയധികം ആകർഷണം നിങ്ങളോട് തോന്നുന്നു.
ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊരു ആരാധന, അല്ലെങ്കിൽ നിങ്ങളെ പോലെ മുന്നോട്ട് വരണം എന്നുള്ളൊരു പ്രചോദനം, ജീവിക്കാനുള്ള ഒരു പ്രചോദനം ഒക്കെ നൽകുന്നു. ഇത് 2 കാര്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ ഈ 2 കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങളെ ഒരു വളരെ സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സൺ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം അവർ ചിന്തിക്കുന്നത്, നിങ്ങളെ ഒരു ഡ്രീം ലൈക്ക് തിങ് ആയിട്ട് അവർ കാണുന്നു. അതായത് സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് താൻ. ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളെ സ്വപ്നം കാണാൻ പോലും റിലേഷൻഷിപ്പിൽ വരുന്നത് സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഈ ഒരാളെ കിട്ടി, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു അല്ലെങ്കിൽ ഇയാൾക്ക് എന്നോട് സ്നേഹമുണ്ട് എന്നറിയുമ്പോൾ അവർക്കൊരു വണ്ടർ ആവില്ലേ? ആ ഒരു വണ്ടർ ഫീലിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു ഫീലിങ്സ് ആണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ളത്. എന്നെയൊക്കെ ഇഷ്ടപ്പെടുന്നോ, അല്ലെ എന്നോടൊക്കെ സംസാരിക്കുന്നോ, ആ ഒരു രീതിയിൽ. അപ്പൊ വണ്ടർ അടിച്ച് നിൽക്കുന്നു, ഒരു വണ്ടർ അവർക്ക് ഉണ്ടാകും, അതാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ, ഓരോരുത്തർക്കും ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ആ ഒരു പ്രത്യേകത ഇവർക്ക് വളരെയധികം ഇൻസ്പയർ ആയി എന്നുള്ളതാണ്. ഇവരതിൽ വളരെയധികം അട്രാക്ഷൻ തോന്നി. അതുപോലെ തന്നെ പ്രചോദനം നൽകി അവർക്ക്. നിങ്ങളുടെ കോൺഫിഡൻസും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ചാടിച്ചാടി ചെയ്യുന്ന ആ കാര്യങ്ങളും എടുത്ത് ചാടി നിൽക്കുന്ന ആ ഒരു ഇതൊക്കെ, കോൺഫിഡൻസ് ഒക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ, ഇവർക്ക് നിങ്ങളോടൊരു സ്ട്രോങ് അട്രാക്ഷൻ തന്നെയാണുള്ളത്. അത് ബോത്ത്, അതായത് ഇമോഷണലും ഉണ്ട്, ഫിസിക്കലും വളരെയധികം അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ കണ്ടാൽ അവർക്ക് വളരെ ഒരു സന്തോഷം തോന്നും. ഏതൊരു സിറ്റുവേഷനിലാണ് അവർ എത്ര വിഷമിച്ചിരുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയും എന്നുള്ളതാണ്. എത്ര ഓക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാൽ കൂടി നിങ്ങളെ കാണുമ്പോൾ അവരറിയാതെ ചിരിച്ചു പോകും. അതാണ് അവിടെ പറയുന്നത്. അത്രയ്ക്കൊരു മൂഡ് ലിഫ്റ്റ് എന്ന് പറയും. അതായത് മൂഡ് കയറി വരിക, അതുപോലെ ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാകുന്നു അവർക്ക്. ഇവര് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ഒരു വ്യക്തി, അതായത് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ഒരു കാരണമുണ്ട് എന്ന് തന്നെയാണ് ആ വ്യക്തിയുടെ ഒരു വിശ്വാസം. നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്, ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്നതിന് എന്തോ ഒരു പ്രത്യേക കാരണമുണ്ട്, അത് ദൈവമായിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ വിധി, എൻ്റെ ഫേറ്റ് ഇങ്ങനെയാണ്, ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ വരണം, ഇതിനൊരു എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണും എന്നവർ വിശ്വസിക്കുകയാണ്. അതായത് ഇവർക്കിപ്പോൾ സോൾമേറ്റ് എനർജിയോ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനോ ഇങ്ങനെയൊന്നും അറിയത്തുണ്ടാവില്ല, പാസ്റ്റ് ലൈഫ് കണക്ഷനോ ഇങ്ങനെയൊന്നും. പക്ഷെ ആ ഒരു തരത്തിൽ ഇവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന എനർജീസ്. പിന്നെ ഇവരുടെ ഒരു ഹിഡൻ തോട്ട്സ് നോക്കുകയാണെങ്കിൽ, അവർക്ക് ശരിക്കും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഇതിന് യോഗ്യനാണോ എന്നുള്ളൊരു ചിന്ത, ആ ഒരു രീതിയിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇനി നിങ്ങളെ എങ്ങനെ ഇംപ്രസ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഈ വ്യക്തി വളരെയധികം വറിയായി ഇരിക്കുന്നതായിട്ട്, അത്ര എക്സൈറ്റഡ് ആണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളോടൊപ്പം ഒരു ഭാവി ബിൽഡ് ചെയ്യാനായിട്ട്, ഒരു ഫ്യൂച്ചറിൽ ലൈഫൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സീക്രട്ട് ആയിട്ട് വെച്ചുകൊണ്ട് ഡേ ഡ്രീമിംഗ് ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, അവരുടെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു പേടി ഈ വ്യക്തിക്കുള്ളതായിട്ട് ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ, ഈ ഒരു അട്രാക്ഷൻ ഉണ്ട് നിങ്ങളോടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു അട്രാക്ഷൻ ഒരു ജെന്യുവൻ ആയിട്ടുള്ള അട്രാക്ഷൻ ആണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു ഫാന്റസി മാത്രമല്ല, ഒരു ജെന്യുവൻ അട്രാക്ഷൻ, ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്, ഒരു പ്യുവർ ലവ് ആണ് എന്ന് തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ യൂണിവേഴ്സ് പറയുന്നു, അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് കുറവുള്ളപ്പോഴൊക്കെ അവരെ ധൈര്യപ്പെടുത്തി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുകയാണെങ്കിൽ അവരെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ അവരുടെ ലൈഫിൽ ഒരു ഗൈഡിങ് ലൈറ്റ്, ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ നേരത്തെ എന്ത് ചെയ്യണമെന്നൊക്കെ ഓടി വന്ന് ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരു ഗൈഡിങ് ലൈറ്റ് ആയിട്ട് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ്, പ്രസൻസ്, ഇതൊക്കെ അവർക്ക് വലിയൊരു സപ്പോർട്ട് നൽകും. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ അവർക്ക് അറിഞ്ഞു കൊടുക്കണം എന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay, clues related to second pile select ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ് ക്ലൂസ്. ഓക്കെ, നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 2 days. പിന്നെ നമുക്ക് വരുന്നത്
ടാറ്റു ആർട്ടൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. വയനാട് ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നു. നമ്പർ 31 നമുക്ക് വരുന്നുണ്ട്. അതുപോലെ സപ്പോർട്ടീവ്, ഓക്കെ, വീണ്ടും ഞാൻ എടുത്തു പറഞ്ഞതാണ് സപ്പോർട്ടീവ് എന്നുള്ള. ഓക്കെ, എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. ലെറ്റർ എ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 2002 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. നവംബർ എന്ന് പറയുന്ന ഒരു മാസം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2005 കിട്ടുന്നു. നമ്പർ 45 നമുക്ക് കിട്ടുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2 months എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നു. 2023 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെഡ് കളർ, ഓക്കെ. ലെറ്റർ ടി നമുക്ക് കിട്ടുന്നു. ലെറ്റർ എഫ് 1989 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. നമ്പർ 22 യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ ടി ലവർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് പായൽ എടുത്തിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന റീഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ക്ലൂസ്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.